എവിടെ പോയേക്കായിരുന്നു? ഒരാളെ കാണാണ്ടായിരുന്നു അമ്മേ. ജയ വന്ന് ഭാവനയെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തുകൊണ്ടും ഇപ്പൊ അവളുടെ സമയം ഇപ്പൊ നല്ലതാണല്ലോ. അതെന്തമ്മ പെട്ടെന്ന് കൊണ്ടുപോയേ? അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? ആ, വിശേഷമുണ്ട്. അവള് ലോക്കപ്പിൽ കിടന്നു തന്നെയാ. എടാ, അവള് പഠിപ്പിച്ച് ഉദ്യോഗം വാങ്ങിച്ചു കൊടുത്തവൻ തന്നെ ഭാവനയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചോണ്ടാ ജയ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. പറയുന്നൊരു പറയട്ടെ അമ്മേ, സത്യം എന്താന്ന് ഭാവനേച്ചിക്കും സൂര്യേട്ടനും അറിയാലോ. ആ ആന്റിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ളതാണല്ലോ ഭരത്തെ. ഇതിപ്പോ വേറൊന്നും കിട്ടാതെ വന്നപ്പോ ഇതൊരു കാരണമാക്കി, അത്രേ ഉള്ളൂ. വീണ്ടും ഭാവനേച്ചിയെ ഉപദ്രവിക്കാനാണോ കൊണ്ടുപോയത് അവര്? പറയാൻ പറ്റത്തില്ല, അതാ. ഇനി അവരുടെ ഒന്നും ഒരു കളിയും നടക്കത്തില്ല ഭരത്തെ. മാത്രമല്ല മാമിയും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. വല്യമ്മയോ? അതെ, സൂര്യ തന്നെയാ മാമിയും കൂടി ഭാവനയ്ക്ക് കൂട്ടു വിളിച്ചത്. ആ, അതെന്തായാലും നന്നായി വായിച്ചി. ഇന്ന് നിനക്ക് പോണ്ടേ? ആ, പോണമ്മേ. എന്നാ പോ. അമ്മ, അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? ദേഷ്യമുണ്ട്. പിന്നെ ഭാവനയ്ക്കും സൂര്യയ്ക്കും നിന്നോട് പരിഭവം ഇല്ലെങ്കിൽ ഞാൻ എന്തിനാ കാണിക്കുന്നേ? അമ്മ, ഈ പോലീസ് ഉദ്യോഗം സത്യസന്ധമായി ചെയ്യുന്നെങ്കിൽ നമുക്ക് മുഖം നോക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പോ അമ്മയാണെങ്കിൽ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ജോലി ഉപേക്ഷിക്കേണ്ടി വരും. അമ്മയ്ക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഭരത്തെ. ആരായാലും ചിന്തിക്കുന്നതേ അമ്മയും ചിന്തിച്ചിട്ടുള്ളൂ. അതെ, നിന്റെ ഈ ആത്മാർത്ഥത എന്നും ഉണ്ടാവണം. അത്രമാത്രമേ ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ. ഉറപ്പായിട്ടുണ്ടാവും അമ്മേ.